ഹലോ, ഇന്നത് ഇവനെ വെച്ചിട്ട് ഉച്ചയൂണൊന്ന് കളർഫുൾ ആക്കാമെന്ന് വിചാരിച്ചു. എന്നൊക്കെ ഞാൻ ക്യാബേജ് വെച്ചാലും അതെന്നെ ഒരു പഴയ സ്കൂൾ ലൈഫിലേക്കുള്ള ഒരു ഓർമ്മയിലേക്കാണ് കൊണ്ടുപോകാറ്. എന്നിപ്പോൾ ഞാൻ ഈ ക്യാബേജ് വെച്ചിട്ടുള്ള റെസിപ്പി ഒന്നുമല്ല ഷെയർ ചെയ്യുന്നത്. ഈ ക്യാബേജ് ഞാൻ നോർമൽ ക്യാബേജ് വെക്കുന്നത് പോലെ തന്നെയാണ് വെക്കുന്നത്. വേറെ എങ്ങനെയും വെക്കാൻ പറ്റുമോ, ടേസ്റ്റി ആവോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അധികം ഈ ക്യാബേജ് അങ്ങനെ ഒരു 2-3 പ്രാവശ്യമൊക്കെ വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്കറിയത്തില്ല. ഞാൻ നോർമൽ ക്യാബേജ് വെക്കുന്നത് പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ സ്കൂൾ ഡേയ്സ് ഒരു 10, 20, 30 അത്രയ്ക്ക് വേണ്ട, ഒരു 20, 25 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു നൊസ്റ്റു മെമ്മറീസ് ആണ്. അന്നൊക്കെ സ്കൂളിൽ വിളഞ്ചിന് ഞാൻ അധികം വെജിറ്റബിൾസ് ഒന്നും കൊണ്ടുപോകാറില്ല എന്നല്ല, വീട്ടിലും ഞങ്ങൾ വെജിറ്റബിൾസ് ഒക്കെ വാങ്ങലും പിടിക്കലൊക്കെ കുറവായിരുന്നു. സ്കൂളിലേക്ക് മോസ്റ്റ്ലി മുട്ട വറുത്തത് അല്ലെങ്കിൽ മീൻ വറുത്തത് അതൊക്കെയായിരുന്നു കൊണ്ടുപോകാറ്. എന്നാലും എനിക്ക് അന്ന് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു വെജിറ്റബിൾ ആയിരുന്നു ക്യാബേജ്. അത് ഈ പർപ്പിൾ ക്യാബേജ് അല്ല, നമ്മുടെ നോർമൽ ക്യാബേജ് ആയിരുന്നു. അന്നൊക്കെ എല്ലാ ഞായറാഴ്ചയും ഞങ്ങളുടെ വീട്ടിൽ ഇറച്ചി വാങ്ങിക്കും. ഞായറാഴ്ചയാണ് ഇറച്ചി വാങ്ങിക്കുന്ന ദിവസം. അപ്പോൾ മൺഡേ ഒരു 99% വീട്ടിൽ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതും ഇറച്ചിയായിരിക്കും. അതമ്മ സൺഡേയിൽ നിന്ന് കുറച്ച് എടുത്ത് എനിക്ക് വേണ്ടി മാത്രം എടുത്ത് മാറ്റി വെച്ച് മൺഡേ അത് ഒന്ന് വറുത്ത് അങ്ങനെ തരുമായിരുന്നു. തിങ്കളാഴ്ച ഇങ്ങനെ ലഞ്ച് ബ്രേക്ക് ആവുന്നത് ഇങ്ങനെ കാത്തിരിക്കും കേട്ടോ, ആ ടൈം ആവുന്നത്. ആ കാലത്ത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ കാലത്തല്ല, സ്കൂൾ ലൈഫിൽ മിക്ക ക്ലാസ്സുകളും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, ഒരേ ബെഞ്ചിലായിരുന്നു. എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു ആ ഫ്രണ്ട്. പേരൊന്നും പറയുന്നില്ല, ഐ ഡോണ്ട് നോ വെർ ഇസ് ഷീ നൗ, ഐ ഡോണ്ട് ഹാവ് എനി കോൺടാക്ട് വിത്ത് ഹർ. അവളൊരു ഹൈ കാസ്റ്റിൽ നിന്നായിരുന്നു. അവർ അന്ന് വീട്ടിൽ നോൺ വെജൊന്നും കഴിക്കത്തില്ലായിരുന്നു. ഐ നോട്ട് മെൻഷനിങ് ദറ്റ് ഏത് കാസ്റ്റ് റിലീജിയൻ, ഐ നോട്ട് മെൻഷനിങ് എനിത്തിങ്, ബട്ട് അവരുടെ വീട്ടിൽ അവർ നോൺ വെജൊന്നും കഴിക്കില്ലായിരുന്നു. പക്ഷെ അവൾക്ക് നോൺ വെജ് നല്ല ഇഷ്ടമായിരുന്നു. സോ മൺഡേ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരെണ്ണം തായോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ വരാണ്, വിച്ച് ഇസ് ക്വൈറ്റ് നാച്ചുറൽ അമംഗ് ഫ്രണ്ട്സ്. ബട്ട് ഇതൊന്നും അല്ല കേട്ടോ, എന്നിൽ സെൽഫിഷ്നെസ് ആണ് അവിടെ വരാറ്. എനിക്ക് അവളുടെ ക്യാബേജ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അമ്മയുടെ അടുത്ത് വീട്ടിൽ എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞാലും അമ്മ ഉണ്ടാക്കി തരുമെങ്കിലും അതൊന്നും ഇവളുടെ ക്യാബേജിൻ്റെ അത്ര ഒരിക്കലും വരില്ല. ഞാൻ അവളുടെ കറി നോക്കും. ഇവളുടെ ക്യാബേജ് ആണെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യാൻ നല്ല ഇഷ്ടമായിരിക്കും. ഞാൻ അവളുടെ ക്യാബേജ് എടുത്തിട്ട് ഞാൻ എൻ്റെ ഇറച്ചിയൊക്കെ അവൾക്ക് കൊടുക്കും. പക്ഷേ ഇവളുടെ ക്യാബേജ് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കത്തില്ല. മേ ബി 1-2 പീസോ കൊടുത്തിട്ട് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും കേട്ടോ. അത് പറഞ്ഞിട്ട് ഞങ്ങൾ പല പ്രാവശ്യവും വഴക്കായിട്ടുണ്ട്. അത് ചെറിയ കുട്ടികളൊന്നായിരിക്കും, ഒരു 5th 6th ഒക്കെ ആയിരിക്കുമുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോഴും ഞങ്ങൾ പിറങ്ങി ദിവസങ്ങളോളം മിണ്ടാതിരുന്നിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. ഞാൻ എന്നൊക്കെ ക്യാബേജ് കറി വെക്കാൻ എടുത്തിട്ടുണ്ടെങ്കിലും ഇതെൻ്റെ മൈൻഡിൽ കൂടെ ഇങ്ങനെ പോകാറുണ്ട് കേട്ടോ. പക്ഷേ അവളുടെ ആ ക്യാബേജിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇപ്പോഴും ഞാൻ 36 ഇതുവരെ എവിടെ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ എനിക്ക് ആ ഒരു ടേസ്റ്റ് പിന്നെ കിട്ടിയിട്ടില്ല. കളർഫുൾ കറി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് യൂസ് ചെയ്ത പർപ്പിൾ ക്യാബേജ് വന്നപ്പോൾ ഈ ഒരു മോഡലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ക്യാബേജും എൻ്റെ ഇറച്ചിയും കൂട്ടി ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവാം. ബൈ ബൈ.